നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന ആശങ്കകൾ ശക്തമാവുന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ കനക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വം ദിവസേന വർദ്ധിക്കുമ്പോൾ ഇറാന്റെ സൈനിക നിലപാട് കൂടുതൽ കടുപ്പമാകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അമേരിക്ക കരയുദ്ധത്തിനിറങ്ങിയാൽ അധിനിവേശ സൈന്യത്തിലെ ഒരാളും ജീവനോടെ തിരികെ പോയില്ല. ഈ ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ സേനാ മേധാവി മേജർ ജനറൽ അമീർ ഹദാമി ലോകത്തോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഒരു സാധാരണ പ്രതികരണം മാത്രമായി ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല, മറിച്ച് യുദ്ധസജ്ജതയുടെ വ്യക്തമായ സൂചനയായി വേണം ഇതിനെ വിലയിരുത്തേണ്ടതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും പറയുന്നത്. കരയുദ്ധത്തിനായി സൈന്യത്തെ സജ്ജരാക്കാൻ നിർദ്ദേശം നൽകിയതായി ഹതാമി വ്യക്തമാക്കിയതോടെ സംഘർഷം വാക്കുകളിൽ ഒതുങ്ങില്ല എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ശത്രുക്കളുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതായും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ പ്രദേശത്തെ സൈനിക വിന്യാസം ശക്തമാകാനുള്ള സാധ്യതയും നിഷേധിക്കാൻ കഴിയില്ല. ഇറാനെതിരെയുള്ള നടപടിക്കായി 2500 മറീനുകളെയും ആയിരക്കണക്കിന് പാരാട്രൂപ്പുകളെയും US പുതുതായി മേഖലയിൽ വിന്യസിച്ചിരുന്നു. അതിനിടെ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വരവിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ഈ ചരക്കിടനാഴി പിടിച്ചെടുത്ത് സംരക്ഷിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. US-ന് ഹോർമൂസ് ആവശ്യമില്ല എന്നും കടലെടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങളിൽ ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയും പങ്കാളികളാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നാറ്റോ സഖ്യകക്ഷികളുമായി ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. എണ്ണയുൾപ്പെടെയുള്ള ഇറാന്റെ വലിയ പ്രകൃതി വിഭവ സമ്പത്ത് പിടിച്ചെടുക്കാനല്ല, സഖ്യകക്ഷികളെ സഹായിക്കാനാണ് US യുദ്ധത്തിനിറങ്ങിയത്. വേണ്ടത്ര എണ്ണവാതക ശേഖരം അമേരിക്കയ്ക്കുണ്ടെന്നും സൗദിയും റഷ്യയും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിലും കൂടുതലാണതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇസ്രയേൽ, സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളെ വേദനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസർമാരായ ഇറാനെ 47 വർഷമായി കൈകാര്യം ചെയ്യാൻ മുതിരാത്തതിൽ മുൻ US സർക്കാരുകളെയും ട്രംപ് പഴിച്ചു. ഇറാനുമായുള്ള ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതുൾപ്പെടെ തന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യയോ ഇസ്രയേലോ ഇന്നുള്ളതുപോലെ ഉണ്ടാകുമായിരുന്നില്ല എന്നും പറഞ്ഞു. ബരാക് ഒബാമ ഉണ്ടാക്കിയ ആണവ കരാർ ഇറാന് ആണവായുധം നേടിക്കൊടുത്തോ എന്നും ആരോപിച്ചു. ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടവുമായി ചർച്ച സാധ്യമാണെന്നാണ് കരുതുന്നതെന്നും എന്നാൽ കരാർ ആയില്ല എങ്കിൽ ആക്രമണം തുടർന്ന് അവരെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ ഭീഷണി ഉയർത്തിയിരുന്നു. കരാർ ഉണ്ടായില്ല എങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആണവായുധം നേടിയെന്നും അവകാശപ്പെട്ടു. അതേസമയം ഇസ്രയേലിനും US-നും ഒരു മാനുഷിക ധാർമ്മിക മൂല്യങ്ങളും ഇല്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തന്റെ പ്രസ്താവനയിലും വെളിപ്പെടുത്തി. യുദ്ധത്തിൽ തകർന്ന പശ്ചാത്തല സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ദേശീയ തലത്തിൽ കർമ്മ പരിപാടി വേണമെന്നും ആവശ്യപ്പെട്ടു. ഇറാൻകാരോട് പ്രതീക്ഷയുടെ പ്രതീകമായി രാജ്യത്തുടനീളം തൈകൾ നടാൻ ദേശീയ പരിസ്ഥിതി ദിന സന്ദേശത്തിൽ മുജ്തബ ഖമേനി ആഹ്വാനം ചെയ്തു. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നത് ഇപ്പോൾ ആഗോള ശ്രദ്ധാ കേന്ദ്രമാണ്. നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുമ്പോഴും യുദ്ധഭീഷണി മറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് യാഥാർത്ഥ്യം. മിഡിൽ ഈസ്റ്റിലെ സ്ഥിരത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒരു ചെറിയ നീക്കം പോലും വലിയ സംഘർഷത്തിലേക്ക് നയിക്കാൻ ഇടയുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തും ഇതിന്റെ പ്രതിഫലനം കാണാൻ സാധ്യതയുണ്ട്. എണ്ണവില മുതൽ വ്യാപാര ബന്ധങ്ങൾ വരെ എല്ലാം തന്നെ ഈ സംഘർഷത്തിന്റെ ആഘാതത്തിൽ ഇനിയും അലയടിക്കും. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: ഇത് വാക്കുകളുടെ യുദ്ധത്തിൽ ഒതുങ്ങുമോ, അല്ലെങ്കിൽ യഥാർത്ഥ യുദ്ധമായി ഇനിയും അതിഭീകരമായി മാറുമോ? ഇതൊരു മുന്നറിയിപ്പോ അതോ വരാനിരിക്കുന്ന സംഘർഷത്തിന്റെ തുടക്കമോ?